ഹലോ ഗൈസ്, ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ. ഞാൻ നേരത്തെയൊക്കെ ഫിഷ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണിയാണ്. ഒരു തട്ടിക്കൂട്ട് ചെമ്മീൻ ബിരിയാണി, പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ റൈസ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ബാക്കിയൊക്കെ ഞാനത് കാണിച്ചു തരാം. റൈസ് കഴിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, ബാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെമ്മീൻ ബിരിയാണിയുടെ സ്റ്റാർട്ടിങ് പരിപാടിയിലേക്ക് കിടക്കാം. ഞാൻ തീപ്പെട്ടി വെച്ച് കത്തിക്കുന്നതെന്ന് അറിയാം. ചില സമയത്ത് ലൈറ്റ് വെച്ച് കത്തിക്കുമ്പോഴേ എനിക്ക് ഇറത്തായിരിക്കും. അപ്പം എൻ്റെ കയ്യിൽ വേറെ പാത്രം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതാണ് വെക്കുന്നത്. എനിക്ക് ഇതാണ് ഇഷ്ടം. എനിക്ക് ഇച്ചിരി സൈഡ് വിശാലമായിട്ടിരിക്കണം കേട്ടോ. പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ഇച്ചിരി ദൂരെ മാറി നിൽക്കാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പോയി എണ്ണ എടുത്തിട്ട് വരട്ടെ. ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതെല്ലാവർക്കും അറിയാമല്ലോ, ഫസ്റ്റ് വെളിച്ചെണ്ണ. നമുക്ക് നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കണം കേട്ടോ. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പവും വരത്തില്ല. അപ്പം സവാള ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. ഞാൻ മുമ്പൊരിക്കൽ നെയ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. സത്യം പറയാല്ലേ, ചിക്കൻ ബിരിയാണിക്ക് പോലും ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. അതേപോലെ ചെമ്മീൻ ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് മൂത്ത് വരട്ടെ. അപ്പം നമ്മുടെ സവാളയൊക്കെ നല്ല അടിപൊളിയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. എല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് സവാള. നമുക്ക് ഇതിനകത്തോട്ട് തന്നെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുക്കാം. നല്ല മുട്ടനാണ് കേട്ടോ, ബാട്ടൻ കണ്ട, നല്ല ചെമ്മീനാണ്. ചെമ്മീനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ, നല്ല കായലിൻ്റെ ഫ്രഷ് ചെമ്മീൻ. നമ്മൾ ചെമ്മീനെല്ലാം പറക്കി ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഇച്ചിരി കൂട്ടി കൊടുക്കാം. നമ്മുടെ ചെമ്മീനെല്ലാം ഒന്ന് ഫ്രൈ ആയിരിക്കട്ടെ. ഫ്രൈ ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ഫ്രൈ ആവണ്ട, ജസ്റ്റ് അത് വെന്താൽ മാത്രം മതി. ഇത്തിരി സോഫ്റ്റ് ആയിട്ടിരിക്കണം നമ്മുടെ റൈസിനകത്ത്. അപ്പം നമ്മുടെ ചെമ്മീനെല്ലാം കിടന്ന് ഫ്രൈ ആവുന്നുണ്ട്. കുറച്ച് ദൂരോട്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഇത് എൻ്റെ ഫേസിലിരിക്കും. ഫ്രൈ ആവട്ടെ. അവിടെ പൊട്ടുന്നു. ഞാൻ ഈ ചെമ്മീൻ്റെ കുടലെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തലേ ദിവസത്തെ ഫ്രീസറിലാക്കി വെള്ളം ഒഴിച്ചൊന്ന് വെക്കും കേട്ടോ. അപ്പോൾ അത് കേടാവാതെ ഇങ്ങനെ ഇരുന്നോളൂ. അത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പൊട്ടിത്തെറിക്കുന്നുണ്ടേ അടുത്ത് നിൽക്കാനൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. പണി കിട്ടിയാലോ. അപ്പോൾ എല്ലാം അത് തിരിച്ചിട്ട് കൊടുക്കട്ടെ. ഈ സൈഡ് നമ്മൾ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ മസാലകളൊന്നും ബിരിയാണി മസാലയോ മറ്റു കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. നമ്മളെ വീട്ടിലുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാമാണ് ചേർക്കുന്നത് കേട്ടോ. വേറെ ഒരു സാധനങ്ങളും ചേർക്കത്തില്ല. എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇനി ഇവിടെ കിടന്ന് വേവട്ടെ ഒന്നും കൂടി. അപ്പോൾ നമ്മുടെ ചെമ്മീനും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കോരി മാറ്റാം. ആവണ്ട, ഫുള്ളായിട്ട് ഫ്രൈ ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതങ്ങ് ഡ്രൈ ആവും, റബ്ബർ പോലെ ആവും. നമ്മുടെ ചെമ്മീനും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള വഴറ്റാം. എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ എണ്ണ കുറച്ച് മതി, അതുകൊണ്ട് നമ്മൾ എണ്ണ കുറച്ചേ ചേർക്കുന്നത്. ചെമ്മീൻ്റെ ഗ്രേവി എല്ലാം ഇതിൻ്റെ അടുക്കി പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇളക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് കൂടും. ലേശം ഉപ്പിട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് മാത്രം ലേശം ഉപ്പ്. ചെമ്മീൻ്റെ സവാളയുടെയും കൂടെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. കുറേ തക്കാളി ഒന്നും വേണ്ട കേട്ടോ. ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ള കറികൾക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചാൽ യൂസ് ചെയ്യും. പക്ഷേ ബിരിയാണിക്കകത്ത് മാത്രം ഞാൻ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റേ ചേർക്കാറുള്ളൂ കേട്ടോ. അങ്ങനെയല്ല, പേസ്റ്റ് ഉള്ളപ്പോൾ പേസ്റ്റ് ചേർക്കും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. മണക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. ഇവിടെ വന്നാലേ മണം അറിയാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ ബോട്ടിൽ വാങ്ങിച്ച തൈര് കേട്ടോ. ഇച്ചിരി തൈര് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് നമ്മുടെ റൈസിനൊക്കെ ഉപ്പിട്ടല്ലേ, എല്ലാത്തിനും നമ്മൾ ഉപ്പിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് പോകാം. അപ്പോൾ ഒരുവിധം ഇതിന് ഉപ്പ് കാണും. അഥവാ ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ടെന്ന് നമ്മൾ നോക്കിയല്ലേ ചെയ്യാറ്. അപ്പോൾ ഷോ കാണിക്കാൻ പറ്റുമോ? കുറവാകും. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ മല്ലിയില ആവശ്യം പോലെ ഇടാം കേട്ടോ. മല്ലിയില ഇഷ്ടമുള്ളവർക്കൊക്കെ ആവശ്യം പോലെ ഇടാം. അപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാനും ഇട്ടു. നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയിലോട്ട് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൂട്ടി. ഗ്രേവി ആവരുത് കേട്ടോ. നമ്മുടെ ബിരിയാണിയുടെ മസാല ഇങ്ങനെയാണ് കിട്ടുക. ചെമ്മീനും മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി റൈസ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നിരത്തി വെക്കും.
ഇനി ആ ഒരു ലെയർ റൈസിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില, തക്കാളി, 2-3 പീസ് തക്കാളി, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള ഇടാം. ഇനി നമുക്ക് അടുത്ത ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്ത സവാളയല്ല സോറി, അടുത്ത തക്കാളി ഇതിൻ്റെ മുകളിൽ വയ്ക്കും. പിന്നെ നമ്മുടെ സവാള ഫ്രൈ. അപ്പോൾ നമ്മൾ ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തീ കുറച്ച് ദം ചെയ്യാം. ദം എന്ന് പറഞ്ഞാൽ എൻ്റെ ദമ്മൊക്കെ സാധാരണ ദമ്മൊന്നും അല്ല കേട്ടോ, വെറുതെ അടച്ചിങ്ങനെ വെയിറ്റ് വെച്ചിരിക്കും. അടിയിൽ ചെറിയൊരു തീ ഉണ്ടാവും, മുകളിൽ തീയിടാൻ എനിക്ക് നിവർത്തിയില്ല, കാരണം അടുപ്പ് കത്തിച്ചിട്ടില്ല. അപ്പം നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ റൈസ് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേളിലൊരു വെയിറ്റ് എടുത്ത് വെച്ച് കൊടുക്കണ്ടേ? വെയിറ്റ് വെക്കണം. തൽക്കാലം ഈ വെയിറ്റ് വെക്കാം. എൻ്റെ ഉപ്പ് ബോട്ടിലാണ് കേട്ടോ. അപ്പം ഇത് വിട്ടിരുന്ന് റെഡി ആവട്ടെ ഒരു 10 മിനിറ്റ്. അപ്പം നമ്മുടെ ബിരിയാണി, ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ട് കുറച്ച് സമയമായി. നമുക്കിനി വന്നിട്ട് മാറ്റി നോക്കാം. അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ? തുറക്കട്ടെ. ആഹാ, ഭയങ്കര മണം കേട്ടോ. ഈ ചെമ്മീൻ ഞാൻ കഴിക്കത്തില്ല കേട്ടോ, പക്ഷെ ഭയങ്കര മണം. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഗ്രേവിയൊക്കെ ഇനി മോളി വരണം. ഈ വലിയ തവയിട്ടാൽ ശരിയാവത്തില്ല, ചെറിയ സ്പൂണിടാം. കട്ടികം വെച്ച് വെക്കാം. നമ്മളെ ബിരിയാണി സെറ്റ്. നമ്മളെ ചെമ്മീൻ ബിരിയാണി അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളറുകളൊന്നും ചേർത്തിട്ടില്ല, പുറത്തുനിന്നുള്ള പൊടികളൊന്നും ചേർത്തിട്ടില്ല, ബിരിയാണി മസാല ചേർത്തിട്ടില്ല, ഒന്നും ചേർത്തിട്ടില്ല. വീട്ടിലുള്ള മുളക് പൊടിയും മഞ്ഞപ്പൊടിയും അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ആകെ ചേർത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രമാണ് കേട്ടോ. അത് എളുപ്പത്തിന് വേണ്ടി ചേർത്തത്, അല്ലെങ്കിൽ ഞാൻ അത് ചേർത്തിട്ടില്ലായിരുന്നു. സൂപ്പർ ചെമ്മീൻ ബിരിയാണി സെറ്റായി. അപ്പം എല്ലാവർക്കും എൻ്റെ ചെമ്മീൻ ബിരിയാണി ഇഷ്ടപ്പെട്ടോ? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സെയിം രീതിയിൽ തന്നെ നമുക്ക് നെയ്മീൻ ബിരിയാണിയും വെക്കാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ്. ഒരു ദിവസത്തെ ഉച്ചയ്ക്ക് വെറും സിമ്പിളായിട്ട് കുറച്ച് സമയം മാത്രം മതി അത് ഉണ്ടാക്കാൻ. അപ്പോൾ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കമോൺ ഗൈസ്, എല്ലാവരും വരും, നമുക്കിന്ന് ചെമ്മീൻ ബിരിയാണി കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.